ഒരു എക്സ്പീരിയൻസ്ഡ് ടീം എന്താണ്, ബാക്കിയുള്ള ടീമുകൾ എന്താണ് എന്ന് കറക്റ്റ് കാണിച്ചു തന്ന ഒരു മാച്ചാണ് അർജൻറ്റീന വേഴ്സസ് ഈജിപ്ത് മാച്ച്. 78 മിനിറ്റ് വരെ 2 ഗോളിന് പിന്നിലായി നിന്നിട്ട് ആ റെഗുലർ ടൈമിൽ തന്നെ 14 മിനിറ്റ് കൊണ്ട് 3 ഗോളുകൾ അടിച്ചിട്ട് കംബാക്ക് നടത്തുക എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് അൺബിലീവബിൾ. വൺ ഓഫ് ദി ബെസ്റ്റ് കംബാക്ക് ഇൻ ദിസ് വേൾഡ് കപ്പ്. വൺ ഓഫ് ദി അല്ല, ബെസ്റ്റ് കംബാക്ക് എന്ന് തന്നെ പറയാം. ഈവൻ സെനഗൽ ബെൽജിയം മാച്ച് പോലും എക്സ്ട്രാ ടൈം കടന്നിട്ടാണ് ബെൽജിയം തിരിച്ചു വന്നത്. അർജൻറ്റീന ഫാൻസ് ആകെ പെട്ടിട്ടാണുള്ളത്. കാരണം മെസ്സി ഓൾറെഡി ഒരു പെനാൾട്ടി മിസ്സാക്കി, സമയത്ത് 80 മിനിറ്റ് എടുക്കാൻ നോക്കുന്നത്. കംബാക്കിന് ചാൻസ് വളരെ കുറവാണ്. ഞാനും അർജൻറ്റീന പുറത്തായി എന്നാണ് വിചാരിച്ചത്. ബ്രസീൽ പുറത്തായി, പോർച്ചുഗൽ പുറത്തായി, ഇപ്പോൾ അർജൻറ്റീനയും കൂടി പുറത്തായി കഴിഞ്ഞാൽ എല്ലാ ഫാൻസിനും ബാക്കിയുള്ള കളികളൊക്കെ ഒരുമിച്ച് കുറച്ച് സമാധാനത്തോടെ കാണാം എന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്താണ് ഇങ്ങനൊരു കംബാക്ക്. ശരിക്കും അർജൻറ്റീനൻ ടീമിൻ്റെ ക്വാളിറ്റിയും എക്സ്പീരിയൻസും കാണിച്ച് തന്നൊരു മാച്ചാണ്. ഈജിപ്തിൻ്റെ ഭാഗത്ത് ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ട്. അർജൻറ്റീന പോലെയുള്ള ഒരു ടീമിനെതിരെ ഈജിപ്ത് 2 ഗോൾ ലീഡ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ബോൾ പൊസിഷൻ വെക്കാതെ വീണ്ടും അർജൻറ്റീനയെ അറ്റാക്ക് ചെയ്യാൻ വിടുകയാണ്. അർജൻറ്റീന ഒരു ചാൻസ് വളരെ കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്, അത് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ റെഫറിങ്ങിൻ്റെ കേസിൽ ഒരുപാട് മിസ്റ്റേക്സ് വന്നിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്റ്റേക്സ് വന്നിട്ടുണ്ട്. അതിനെപ്പറ്റി എന്തായാലും സംസാരിക്കും. ബട്ട് ദി മാച്ച് ഈസ് ഓവർ. അർജൻറ്റീന ക്വാർട്ടറിലേക്ക് കടന്നു കഴിഞ്ഞ് അത് ആക്സെപ്റ്റ് ചെയ്യാതെ രക്ഷയില്ല.